നമസ്കാരം. പ്രേംസ് അസ്ട്രോ ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എൻ്റെ പേര് പ്രേംചന്ദ്. ഇന്ന് നമ്മൾ നോക്കുന്നത് പുലയുള്ളപ്പോൾ ശരീരത്തിൽ ഭസ്മമോ ചന്ദനമോ തൊടാമോ എന്നുള്ളതാണ്. ഭസ്മം അണുക്കളെ നശിപ്പിക്കാൻ ഉപകരിക്കുന്ന ഒന്നാണ്. ആയതിനാൽ ഭസ്മം ശരീരത്തിൽ തൊടുന്നത് കൊണ്ട് യാതൊരു ദോഷവും ഇല്ല. എന്നാൽ ചന്ദനം തൊടുന്ന പതിവ് കാണാറില്ല. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാം. മരണശേഷം പുലയുള്ള കാലത്ത് ആ വീട്ടിൽ വെച്ച് ആഘോഷങ്ങൾ പാടുണ്ടോ എന്നുള്ളതാണ്. സ്വാഭാവികമായും മരണശേഷം പ്രത്യേകിച്ച് ബലി സമയങ്ങളിൽ ആ വീട്ടിൽ വെച്ച് ആഘോഷങ്ങളൊന്നും തന്നെ പാടില്ല. ആ സമയങ്ങളിൽ തന്നെ വേദപാരായണങ്ങൾ, നാമജപങ്ങൾ ഒക്കെ ആ വീട്ടിൽ ഉണ്ടാവേണ്ടതാണ്. എന്നാൽ മാത്രമേ മൃത്യുലോകത്തിലേക്ക് ആ നമ്മെ വിട്ടുപോയ ആത്മാവ് എത്തുകയുള്ളൂ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത് നമ്മൾ ഒരു കാര്യം കൂടി ഈ എപ്പിസോഡിൽ പറഞ്ഞു നിർത്താം. കാക്ക സ്വാഭാവികമായി നമ്മുടെ ബലി ചടങ്ങുകളിൽ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പക്ഷിയാണല്ലോ. അപ്പോൾ ഈ കാക്കയും ബലിയും തമ്മിൽ എന്താണ് ബന്ധം? ചെറിയൊരു കഥ ഞാൻ നിങ്ങളോട് പറയാം, വളരെ ചുരുക്കി. മരുത്തൻ എന്ന് പറയുന്ന ഒരു രാജാവ് മഹേശ്വര സത്രം നടത്തി. അഖില ദേവന്മാരുടെയും സാന്നിധ്യം കൊണ്ട് സമൃദ്ധമായിരുന്നു ആ യജ്ഞവേദി. കാര്യമറിയാനെത്തിയ ഇങ്ങനെ ഒരു യജ്ഞം നടക്കുന്ന സംഭവം ലങ്കാധിപതിയായ രാവണൻ അറിഞ്ഞു. ആ രാവണൻ ഈ കാര്യമറിയാൻ അവിടെ എത്തി. ഈ രാവണനെ കണ്ട ഉടൻ തന്നെ ദേവന്മാരെല്ലാം ഭയചകിതരായി മാറി. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അവർ ഓരോ ദേവന്മാരും വ്യത്യസ്ത ജീവികളുടെ രൂപം സ്വീകരിച്ച് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചു. ഇതിൽ കാലൻ തെരഞ്ഞെടുത്തത് കാക്കയുടെ രൂപമായിരുന്നു. തന്നെ ആപത്ഘട്ടത്തിൽ നിന്ന് രക്ഷിച്ചതിന്റെ പ്രത്യുപകാരമായി കാലൻ കാക്കകൾക്ക് ബലിച്ചോറിന്റെ അവകാശം നൽകിയതായി ഉത്തര രാമായണത്തിൽ പറയുന്നുണ്ട്. അപ്പോ ബലിക്കും കാക്കയ്ക്കും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എല്ലാ സുഹൃത്തുക്കളും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.